കഴിഞ്ഞ ദിവസം BCCIയുടെ നമൻ അവാർഡ്സ് 2026 ചടങ്ങിൽ വളരെ കൗതുകം നിറഞ്ഞ ഒരു റാപ്പിഡ് ഫയർ ഉണ്ടായിരുന്നു. ചോദ്യം നേരിടാൻ വേദിയിലുണ്ടായിരുന്നത് ഇന്ത്യൻ താരങ്ങളായ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഒപ്പം പുത്തൻ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി എന്നിവരാണ്. ചോദ്യകർത്താവ് പ്രമുഖ കമന്റേറ്റർ ഹർഷ ബോഗ്ലിയാണ്. ഹർഷ ഓരോരുത്തരോടും അവരുടെ വളർന്നു വരുമ്പോഴുള്ള ഇഷ്ടതാരം ഏതെന്ന് ഓരോരുത്തരോടായി ചോദിക്കുന്നു. ഇഷ്ടതാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സഞ്ജു സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് പറഞ്ഞപ്പോൾ അഭിഷേക് ശർമ്മ പറയുന്നത് യുവരാജ് സിംഗിൻ്റെ പേരാണ്. വൈഭവ് സൂര്യവംശി പറയുന്നതാവട്ടെ ബ്രയാൻ ലാറയുടെ പേരാണ്. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി ഹാർദിക് പാണ്ഡ്യയുടെ നാവിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരത്തിൻ്റെ പേര് വരുന്നത്. ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് അധികമൊന്നും അന്താരാഷ്ട്ര മത്സരം കളിക്കാത്ത ഒരു താരത്തിൻ്റെ പേരായിരുന്നു, ഒരു സർപ്രൈസ് പേര്. ഹാർദിക് പറഞ്ഞ വളർന്നു വരുമ്പോൾ തൻ്റെ ഐഡലായിരുന്ന, താൻ മാതൃകയാക്കിയിരുന്ന ആ ഇഷ്ടതാരത്തിൻ്റെ പേര് വസീം ജാഫർ എന്നായിരുന്നു. വസീം ജാഫർ. ഹാർദിക്കിൻ്റെ സെലക്ഷൻ അതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. എന്തുകൊണ്ടാവാം ഹാർദിക് പാണ്ഡ്യ മറ്റുള്ളവരൊക്കെയും ഉണ്ടായിരിക്കെ വസീം ജാഫറിൻ്റെ പേര് പറഞ്ഞത്? കൂട്ടത്തിൽ വ്യത്യസ്തനാവാനാണോ അങ്ങനെ ഒരു പേര് പറഞ്ഞത്, അതോ ആത്മാർത്ഥമായിട്ടാണോ ആ പേര്? ചർച്ചകൾ അതിനുശേഷം അങ്ങനെ വരികയുണ്ടായി. എന്തിനായിരിക്കാം വസീം ജാഫർ എന്ന പേര് ഹാർദിക്കിനെ അത്രയും സ്വാധീനിച്ചത് ചെറുപ്പകാലത്തിൽ? കാരണമുണ്ട്, നമുക്ക് നോക്കാം. ക്രിക്കറ്റിന്റെ ദൈവമായി സച്ചിൻ ടെണ്ടുൽക്കറെ വിശേഷിപ്പിക്കാമെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ തമ്പുരാനായി വസീം ജാഫറിനെ വിശേഷിപ്പിക്കാം. 19,410 റൺസാണ് അദ്ദേഹം തന്റെ 2.5 പതിറ്റാണ്ട് നീണ്ട ഫസ്റ്റ് ക്ലാസ് കരിയറിൽ നേടിയത്. ഇതിൽ 57 സെഞ്ചുറികളും 10 രഞ്ജി കിരീടങ്ങളും പെടും. ജാഫറിന്റെ രഞ്ജി ട്രോഫി റെക്കോർഡുകൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ മോസ്റ്റ് രഞ്ജി മാച്ചസ് 156 രഞ്ജി മാച്ചസ്, 12,038 രഞ്ജി റൺസ്, അതായത് മോസ്റ്റ് രഞ്ജി റൺസ്, മോസ്റ്റ് സെഞ്ചുറി ഇൻ രഞ്ജി ട്രോഫി 40 സെഞ്ചുറികൾ, മോസ്റ്റ് 50s ഇൻ രഞ്ജി ട്രോഫി 89 ഫിഫ്റ്റികൾ, മോസ്റ്റ് ക്യാച്ചസ് ഇൻ രഞ്ജി ട്രോഫി 200 ക്യാച്ചുകൾ. സ്വപ്നം പൂർത്തിയാക്കി അഭിമാനത്തോടെ മടങ്ങുന്നു എന്നാണ് 2.5 പതിറ്റാണ്ട് നീളുന്ന ക്രിക്കറ്റ് കരിയറിന് വിരാമം വിട്ടുകൊണ്ട് വസീം ജാഫർ വിരമിക്കുമ്പോൾ കുറിച്ചത്. 40കൾ കഴിഞ്ഞിട്ടും മുമ്പ് കൂടെ കളിച്ചിരുന്നവർ ഓരോരുത്തരായി കളിക്കളത്തിൽ നിന്നും വിട പറഞ്ഞിട്ടും ഗ്രൗണ്ടിൽ തുടർന്ന വസീം ജാഫർ താൻ കളിച്ച അവസാന വർഷവും രഞ്ജി സീസണിൽ 1037 റൺസാണ് സ്വന്തം പേരിൽ കുറിച്ചത്. സ്കൂൾ തലം മുതൽ പ്രൊഫഷണൽ ക്രിക്കറ്റ് വരെ എൻ്റെ കഴിവുകൾ തേച്ചു മിനുക്കാൻ സഹായിച്ച പരിശീലകർക്ക് നന്ദി പറയുന്നു. എന്നിൽ വിശ്വാസം അർപ്പിച്ച സെലക്ടർമാർക്കും നന്ദി പറയുന്നു. എൻ്റെ എല്ലാ ക്യാപ്റ്റന്മാരെയും നന്ദി പുരസ്സരം ഓർക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, അതോടൊപ്പം തന്നെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ, വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവരോടുള്ള അകമഴിഞ്ഞ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. മക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങുന്നത് കാണാൻ കൊതിച്ച പിതാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായതിൽ അളവറ്റ അഭിമാനമുണ്ട് എന്നാണ് 2021 വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ കുറിപ്പിൽ വസീം ജാഫർ കുറിച്ചത്. ആ വിരമിക്കൽ കുറിപ്പിൽ അദ്ദേഹം സച്ചിനെയും ലക്ഷ്മണെയും ദ്രാവിഡിനെയും ധോണിയെയും കുംബ്ലെയെയും വീരേന്ദ്ര സെവാഗിനെയും സൗരവ് ഗാംഗുലി തുടങ്ങിയവരുമായിട്ടൊക്കെയും ഡ്രസ്സിംഗ് റൂം പങ്കിട്ട ഓർമ്മകളും സൂചിപ്പിക്കുന്നുണ്ട്. 2000-ലാണ് വസീം ജാഫർ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത്. ക്യാപ് നമ്പർ 225. 2008 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം. പക്ഷേ കളിക്കാൻ അവസരം കിട്ടിയതാവട്ടെ ഏകദിനവും ടെസ്റ്റും ഉൾപ്പെടെ വെറും 33 അന്താരാഷ്ട്ര മത്സരങ്ങളായിരുന്നു. അതിനു മുമ്പ് പക്ഷേ വസീം ജാഫറിൻ്റെ പേര് മുംബൈ ക്രിക്കറ്റിംഗ് സർക്കിളിൽ അയാളുടെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പ്രസിദ്ധമായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഒരു സ്കൂൾ ടൂർണമെന്റിൽ ഒരു ഇന്നിംഗ്സിൽ നേടിയ 400 റൺസ് ഉൾപ്പെടെ തുടർച്ചയായ മിന്നും പ്രകടനം കാഴ്ചവെച്ച വസീമിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള പ്രവേശനം ആർക്കും ആശ്ചര്യം ഉണ്ടാക്കിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മുംബൈക്ക് വേണ്ടി തൻ്റെ വെറും 2ാമത്തെ മാച്ചിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ വസീം ജാഫറിനെ പറ്റി അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാചകം ഇങ്ങനെയായിരുന്നു: Such was his temperament during the 675-minute stay that it was hard to believe he was playing only his second match. What was more praiseworthy was the youngster's ability to find gaps at home. 675 മിനിറ്റ് കളിക്കളത്തിൽ ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ ടെക്നിക് വളരെ മികച്ചതായിരുന്നു. അദ്ദേഹം തൻ്റെ 2ാമത്തെ മത്സരം മാത്രമാണ് കളിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇഷ്ടാനുസരണം വിടവുകൾ കണ്ടെത്താനുള്ള ആ ചെറുപ്പക്കാരൻ്റെ കഴിവാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാക്കുകൾ. പിന്നീട് അങ്ങോട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതിഹാസ സമാനമായ ഒരു കരിയർ തന്നെ വസീം ജാഫർ കെട്ടിപ്പടുത്തു. രഞ്ജി ട്രോഫിയിലെ മികച്ച പ്രകടനങ്ങളുടെ ബലത്തിൽ 22ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി എത്തിയ വസീം ജാഫറിൽ അതിനാൽ തന്നെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ പൊന്നും വിലയുള്ള താരത്തിന് അന്താരാഷ്ട്ര അരീനയിൽ കാലിടറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 ദശാബ്ദത്തോളം രഞ്ജിയിൽ മുടിച്ചൂടാമന്നനായി ബാറ്റ് ചെയ്ത വസീം ജാഫറിൻ്റെ ഇന്ത്യൻ കരിയർ വെറും 31 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാം ആ വീഴ്ചയുടെ ആഴം.
സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന 2 ടെസ്റ്റ് മാച്ച് സീരീസിലായിരുന്നു വസീം ജാഫറിന്റെ അരങ്ങേറ്റം. അലൻ ഡൊണാൾഡും ഷോൺ പൊള്ളോക്കും നയിച്ച ആഫ്രിക്കൻ പേസ് പടക്കും നിക്കി ബോയയുടെ ലെഫ്റ്റ് ആം സ്പിന്നിനും മുന്നിൽ രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണും സൗരവ് ഗാംഗുലി അടക്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങൾ പോലും പതറിയ ആ സീരീസിൽ അരങ്ങേറ്റക്കാരനായ വസീമിനും അന്ന് കൂടുതലൊന്നും ചെയ്യാനില്ലായിരുന്നു. ആ സീരീസിൽ 4 ഇന്നിംഗ്സിൽ വെറും 46 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. 2-0 ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ആഫ്രിക്കൻ ടീം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, നല്ലൊരു ഓപ്പണിംഗ് പെയറിനായി നിരന്തരം പരീക്ഷണം നടത്തിയിരുന്ന സമയം കൂടിയായിരുന്നു അത്. അരങ്ങേറ്റ സീരീസിലെ മോശം പ്രകടനം കാരണം ടീമിലെ സ്ഥാനം നഷ്ടമായ വസീം ജാഫർ പിന്നീട് 2 വർഷം കൂടി കഴിഞ്ഞാണ് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും എത്തുന്നത്. ശിവസുന്ദർ ദാസ്, സഡകോബൻ രമേശ്, ദീപ് ദാസ് ഗുപ്ത എന്നിങ്ങനെ ഒരുപാട് താരങ്ങളെ ആ കാലയളവിൽ ഇന്ത്യ ഓപ്പണിങ്ങിനായി പരിഗണിച്ചിട്ടുണ്ട്. അവരും പച്ചപിടിക്കാതെ ആയതോടുകൂടിയാണ് വസീം ജാഫറിന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. 2 വർഷത്തിനു ശേഷം 2002 വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ടെസ്റ്റ് സീരീസിൽ ടീമിൽ എത്തിയ വസീം ജാഫർ 2 അർദ്ധ സെഞ്ചുറികൾ നേടി ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ കൂടി ഇടം പിടിക്കുകയുണ്ടായി. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റിൽ അർദ്ധശതകം നേടിയെങ്കിലും പിന്നീടുള്ള 2 ടെസ്റ്റിലും പരാജയമായതോടെ വസീം ജാഫർ വീണ്ടും ടീമിൽ നിന്ന് പുറത്താകുന്നു. ആ സമയത്തേക്കാണ് വീരേന്ദ്ര സെവാഗ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായ വീരേന്ദ്ര സെവാഗ് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയ സമയമായിരുന്നത്. ഒരു ഡാഷിംഗ് ഓപ്പണറായി മുൾത്താനിലെ ട്രിപ്പിളൊക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം ഓപ്പണിങ്ങിൽ ഒരറ്റത്ത് സ്ഥിര സാന്നിധ്യമായി ആ ഘട്ടത്തിൽ. പിന്നീട് 2004 ഗൗതം ഗംഭീറിന്റെ വരവോടുകൂടിയാണ് കുറേ കാലത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു സ്ഥിരമായ ഓപ്പണിംഗ് പെയർ ലഭിക്കുന്നത്. നാഷണൽ ടീമിലെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളും സ്ഥാനനഷ്ടവും ഒന്നും വസീം ജാഫറിനെ പക്ഷേ ആ സമയത്ത് അധികം അലട്ടിയിരുന്നില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അയാൾ മുംബൈക്ക് വേണ്ടി വീണ്ടും റൺസുകളും ട്രോഫികളും വാരിക്കൂട്ടിക്കൊണ്ടേയിരുന്നു ആ ഒരു ഇടവേളകളിൽ. അതിനാൽ തന്നെ 2005-2006 ലങ്കൻ സീരീസിൽ ഫോം ഔട്ടായ ഗംഭീറിനൊരു പകരക്കാരനെ കണ്ടെത്താൻ സെലക്ടർമാർക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. 2006 ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഹോം സീരീസിൽ വസീം ജാഫർ 3ാമതും ഇന്ത്യൻ ടീമിലെത്തുന്നു. മുൻപ് 2 തവണ ഇന്ത്യൻ ടീമിൽ കിട്ടിയ സ്ഥാനം നഷ്ടമാക്കിയതിന്റെ വേദന ഇപ്രാവശ്യം ഈ 3ാമത്തെ വരവിൽ തീർച്ചയായും അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ അതിന് എന്ത് വില കൊടുത്തും ഇന്ത്യൻ ടീമിൽ തന്റെ 3ാമത്തെ അംഗത്തിൽ വിജയിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ജാഫർ ഇറങ്ങിയത്. അയാളുടെ ആ ദൃഢനിശ്ചയം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇംഗ്ലണ്ടിനെതിരായ കംബാക്ക് ഇന്നിംഗ്സിൽ 81 റൺസും 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിക്കൊണ്ട് വസീം ജാഫർ തന്റെ 3ാമത്തെ വരവ് ഗംഭീരമാക്കുന്നു. അവിടുന്ന് പിന്നീടുള്ള 2 കൊല്ലക്കാലമാണ് വസീം ജാഫറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര വർഷങ്ങൾ. വീരേന്ദ്ര സെവാഗിനൊപ്പം സ്ഥിരം ഇന്ത്യൻ ഓപ്പണറായി ബാറ്റിങ്ങിനിറങ്ങിയ വസീം ജാഫർ തന്റെ അപാരമായ ടൈമിങ്ങും കൈക്കുഴയുടെ അനായാസതയും കൊണ്ട് റൺസുകൾ വാരിക്കൂട്ടുകയായിരുന്നു. ഒരു വശത്ത് വീരുവിന്റെ അറ്റാക്കിംഗ് ക്രിക്കറ്റിന്റെ വന്യതയും മറുവശത്ത് സൗമ്യമായി ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരിയും അതേപോലെ അടർത്തിയെടുത്തുകൊണ്ട് ബാറ്റ് ചെയ്യുന്ന വസീം ജാഫറിന്റെ ബാറ്റിംഗ് മികവും ഒരു സുന്ദര വൈരുദ്ധ്യ കാഴ്ച തന്നെയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ. ഇന്റർനാഷണൽ ലെവലിലും തനിക്ക് റൺസുകൾ നേടാനാവുമെന്നതിൻ്റെ തെളിവാണ് കേപ്പ് ടൗണിൽ നേടിയ സെഞ്ചുറിയും അതിനൊപ്പം വെസ്റ്റ് ഇൻഡീസിൽ 500 മിനിറ്റിലധികം ക്രീസിൽ നിന്നുകൊണ്ട് നേടിയ ഡബിൾ സെഞ്ചുറിയും 2007 ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ ഇംഗ്ലണ്ട് സീരീസ് വിജയത്തിലുള്ള നിർണായകമായ ഇന്നിംഗ്സുകളും. പാകിസ്ഥാനെതിരെ ഈഡൻ ഗാർഡൻസിൽ 2ാമതൊരു ഡബിൾ സെഞ്ചുറി കൂടി അദ്ദേഹം നേടുകയുണ്ടായി. തൻ്റെ കരിയറിലെ ഏറ്റവും ഉയരത്തിൽ തന്നെ ആ സമയത്ത് വസീം ജാഫർ എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഓസീസിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും 2 മോശം സീരീസുകളായതോടെ വസീം ജാഫർ വീണ്ടും പുറത്താകുന്നു. ഇത്തവണ പക്ഷേ എന്നേക്കുമായിട്ടായിരുന്നു ആ ഒരു പുറത്താകൽ. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതേയില്ല. 31 ടെസ്റ്റിൽ വസീം ജാഫറിന്റെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. 1944 റൺസും 2 ഡബിൾ സെഞ്ചുറി അടക്കം 5 സെഞ്ചുറികളുമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. പ്രതിഭയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണെങ്കിലും ഇന്ത്യൻ ടീമിലെ നിർഭാഗ്യങ്ങളുടെ കളിത്തോയനായിട്ട് തന്നെ ജാഫറിനെ വിളിക്കാമെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2001-2008 കാലയളവിൽ രാജ്യത്തിനായി പാഡണിഞ്ഞ താരം പിന്നീട് സെവാഗിന്റെയും അതുപോലെ ഗൗതം ഗംഭീറിന്റെയും ഒക്കെ വരവോടെ പിൻനിരയിലേക്ക് താഴെപ്പെടുകയായിരുന്നു. എങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ അപ്പോഴേക്കും കിരീടമില്ലാത്ത രാജാവായി മാറിയിരുന്നു വസീം ജാഫർ. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി 150 രഞ്ജി മത്സരങ്ങൾ തികച്ച താരമാണ് അദ്ദേഹം. ജാഫറിന് കീഴിലാണ് മുംബൈ തങ്ങളുടെ 38ാമത്തെയും 39ാമത്തെയും രഞ്ജി കിരീടം നേടിയത്. പിന്നീട് 2015-16 സീസണിൽ അദ്ദേഹം വിദർഭയിലേക്ക് ചുവടുമാറ്റുന്നു. അതിനുശേഷമുള്ള 2 വർഷവും വിദർഭ രഞ്ജി കിരീടം നേടിയതിൽ വസീം ജാഫറിനുള്ള പങ്ക് എടുത്തു പറയാത്തവർ കുറവാണ്. കോഡ് ഭാഷയിൽ മികച്ച ട്രോളുകളുമായി ഉരുളക്കുപ്പേരി പറയുന്ന ഒരു വസീം ജാഫർ വേറെയുമുണ്ട്, സോഷ്യൽ മീഡിയയിലെ വസീം ജാഫർ. സോഷ്യൽ മീഡിയയിൽ അത്രയും ഇമ്പാക്റ്റുള്ള താരമായി മാറിയ വസീം ജാഫർ, മൈക്കൽ വോണുമായി സ്ഥിരമായി ട്വീറ്റ് യുദ്ധം നടത്താറുള്ള വസീം ജാഫർ, അതിനൊപ്പം വിവിധ IPL ഫ്രാഞ്ചൈസികളുടെ കോച്ചായും എത്തിയ മറ്റൊരു വസീം ജാഫർ കൂടിയുണ്ട്. ഏതായാലും ഹാർദിക് പാണ്ഡ്യയുടെ വളർന്നു വരുന്ന കാലത്തെ ഐഡലായി അദ്ദേഹം ജാഫറിനെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുമ്പോൾ തീർച്ചയായും കൗതുകത്തിനൊപ്പം ആ പ്രതിഭയ്ക്ക് കിട്ടുന്ന ആദരവ് കൂടിയാണത്.